ഹായ് ഫ്രണ്ട്സ്. പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ഇന്നലെ പാർലമെന്റിൽ ഗവൺമെന്റിനെതിരെ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങൾക്കും ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രി മറുപടി നൽകി. പക്ഷേ സാധാരണക്കാരനെ സംബന്ധിക്കുന്ന ഒരു പ്രശ്നത്തിനും കാര്യമായ മറുപടി നൽകിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്പർ 1, വിലക്കയറ്റം. നിത്യോപയോഗ വസ്തുക്കളുടെ എല്ലാം വില കുതിച്ചുയരുകയാണ്. പച്ചക്കറി, പലവ്യഞ്ജനം മുതൽ പെട്രോൾ, ഡീസൽ, LPG വരെ. പക്ഷെ ആ പ്രശ്നം എങ്ങനെ പരിഹരിക്കാൻ പോകുന്നുവെന്ന് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞില്ല. 2, വിലക്കയറ്റം മൂലമുണ്ടാകുന്ന നാണ്യപ്പെരുപ്പം അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ അത്ര നിസ്സാരമായ കാര്യമല്ല. അതിന് ഏറ്റവും പ്രധാന ഫലമെന്ന് പറയുന്നത് ബാങ്കിൽ പണം നിക്ഷേപിക്കുന്നവർക്ക് നെഗറ്റീവ് റിട്ടേൺസ് അല്ലെങ്കിൽ മൈനസ് റിട്ടേൺസ് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ലളിതമായി പറഞ്ഞാൽ, നമ്മൾ 10,000 രൂപ ബാങ്കിൽ നിക്ഷേപിച്ചു എന്ന് കരുതുക. ഒരു വർഷം കഴിയുമ്പോൾ ഉദാഹരണത്തിന് പലിശ ഉൾപ്പെടെ 10,500 രൂപ കൈ കിട്ടുന്നു. പക്ഷെ ഇന്ന് 10,000 രൂപയ്ക്ക് നമ്മൾ വാങ്ങുന്ന സാധനം അന്ന് വാങ്ങണമെങ്കിൽ 10,500 മതിയാവുകയില്ല. ഒരുപക്ഷെ 10,700 ആവുകയാണെങ്കിൽ നമ്മുടെ റിട്ടേൺസ് പറയുന്നത് 200 രൂപ നഷ്ടം. ബാങ്കിൽ പണം ഇട്ടത് കൊണ്ട് 200 രൂപ നഷ്ടം. ഇതിന് പറയുന്ന പേരാണ് നെഗറ്റീവ് റിട്ടേൺസ്. മൂന്നാമത്തെ കാര്യം, ഇൻഫ്ലേഷൻ കൂടി നിൽക്കുന്നതിനാൽ ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റുകൾ കൂടി നിൽക്കുന്നു. കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് 10% മുകളിലാണ്. നമ്മളൊക്കെ 6% എടുത്ത ഹോം ലോണൊക്കെ ഇപ്പോൾ 10%, 10.5%. അതിന്റെ ഫലമായി സാധാരണക്കാരൻ അടച്ചുകൊണ്ടിരുന്ന എമൗണ്ട് കൂടുന്നു, അവന്റെ വരുമാനം കുറയുന്നു. ആരാ ലോൺ എടുക്കുന്നത്? കാശില്ലാത്ത പാവപ്പെട്ടവൻ. മുകേഷ് അംബാനി മുംബൈയില് 28 നില മണിമന്ദിരം പണിതപ്പോ, ആന്റില എന്ന മണിമന്ദിരം പണിതപ്പോ എടുത്തില്ല. ആന്റില എന്ന് പറയുന്ന മുംബൈയിലെ ആ ഒരു വീടിന് മുകേഷ് അംബാനി അടയ്ക്കുന്നത് 80 ലക്ഷം രൂപയാണ് കറണ്ട് ബില്ല്. സാധാരണക്കാരന്റെ കറണ്ട് ബില്ല് 80 രൂപയാ. മുകേഷ് അംബാനി അടയ്ക്കുന്നത് ഒരേ ബിൽഡിങ്ങിന് മാത്രം. പല വീടുകൾ പലയിടത്തുണ്ട് അദ്ദേഹത്തിന്. നല്ലത്, അദ്ദേഹം കാശുകാരൻ, അദ്ദേഹം സമ്പാദിക്കേണ്ട വളരെ നല്ല കാര്യം. അതുമായി ബന്ധപ്പെട്ട കാര്യമല്ല ഈ പറയുന്നത്. ഹൗസ് ആൻഡ് ഹൗസ് ഡിഫറൻസ്. ഉള്ളവനും ഇല്ലാത്തവനും നമ്മൾ അന്തരം എത്ര വലുതാണ്, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. 4-മതായി തൊഴിലില്ലായ്മ. ഇന്ത്യയിലെ അഭ്യസ്ത വിദ്യരെല്ലാം വിദേശത്തേക്ക് പലായനം ചെയ്യുകയാണ് ജോലി തേടി. ഇവിടെ നല്ല ജോലി ലഭിക്കുന്നില്ല. ഇവിടെ ജോലി സാധ്യതകൾ കുറവ്. ഉള്ള ജോലിക്ക് തന്നെ വേണ്ട ശമ്പളമില്ല. അതുകൊണ്ട് ഇവിടെ സമർത്ഥരായ അഭ്യസ്ത വിദ്യർ മറ്റു രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യുന്നു. അതിന്റെ ഫലമായിട്ടുണ്ടാകുന്നു ബ്രെയിൻ ഡ്രെയിൻ അഥവാ മസ്തിഷ്ക ശോഷണം. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സമർത്ഥന്മാരെല്ലാം വിദേശത്തേക്ക് പോകുമ്പോൾ ഇവിടെ ബാക്കി വരുന്നത് ഏതെങ്കിലും സ്വാശ്രയ കോളേജിലോ തോറ്റു പഠിച്ചവരോ കാശ് കൊടുത്ത് അഡ്മിഷൻ മേടിച്ചവരോ ഒക്കെ മാത്രമേ കാണുകയുള്ളൂ. ബിലോ ആവറേജ്, മീഡിയോക്കർ കൈൻഡ് ഓഫ് ഗ്രാജുവേറ്റ്സ്. അതാണ് തൊഴിലില്ലായ്മയുടെ ആത്യന്തികമായ ഫലമെന്ന് പറയുന്നത്. ഇത്തരം പ്രാഥമികമായ ഒരു കാര്യങ്ങളെ പറ്റിയും വ്യക്തമായ ഒരു ഉത്തരം പറയാൻ നമ്മുടെ പ്രധാനമന്ത്രി കഴിഞ്ഞില്ല എന്നുള്ളത് വളരെ നിരാശാജനകമായ കാര്യം തന്നെയാണ്. ഇതൊക്കെ ആരോട് പറയാൻ? പറഞ്ഞിട്ടെന്ത് പ്രയോജനം? കേളുക ഭാരതമേ.